ഇവിടെ വരൂ. ഒരെണ്ണം അവിടെ പോയി. വേറെ ഒരെണ്ണം ആരാ മുങ്ങിയത്? സത്യം പറഞ്ഞോ? ആ, ഒറ്റയെണ്ണത്തിന് കൂട്ടിക്കിടാൻ കഴിയില്ല. മിറ്റം മുഴുവൻ കാഷ്ടിച്ചിട്ടിരിക്കുക. ഓരോന്നിനെ പിടിച്ച് ഞെക്കിയാലോ? എന്നടി എന്താ വിട്ട് നിൽക്കണേ? പോലെ പോലെ നാഗവല്ലി. ഇവിടെ വരൂ. ഇച്ചിരിച്ച തീറ്റ കൊടുത്ത് നമുക്ക് വശീകരിച്ച് കൊണ്ടുപോവാം. ഇതിന് എതിരാന്ന് വരില്ല, അതിനകത്ത് നിന്നാ മതി. ആ, അപ്പൊ അടുത്ത ആൾക്കാർ വന്ന് നിൽക്കുവാണേ. എല്ലാവർക്കും തീറ്റ വേണം. ഇപ്പൊ അങ്ങ് തീറ്റ തന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. മൊത്തം തിന്നാ. പക്ഷെ എൻ്റെ പൊന്നേ മതി. ഈ കോഴികളെയും പൂച്ചകളെയും ഈ പട്ടികളെല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് എന്നാ കാണിക്കാനാ? ഇതിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി. എനിക്ക് വേറെ പണിയില്ലേ? അപ്പം അതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇതേ മൈക്ക് നമുക്ക് പണി തന്നിട്ടോ. മൈക്ക് അങ്ങ് പണി മുടക്കി. അപ്പം ശബ്ദമില്ല ഗൈസ്. അപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ കോഴികളെല്ലാം എന്തേ എൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ ചാടിപ്പോകാൻ റെഡി ആയിട്ട് ഇതേ പട്ടികൾ വെയിറ്റിംഗ് ആണ്. ഇനി എൻ്റെ കയ്യിൽ എന്നാ ഇതേ എൻ്റെ കയ്യിൽ എന്നാന്നാണ് ഇവരുടെ ശ്രദ്ധ. ഇവരുടെ കാര്യം വാർത്തയുടെ കാര്യത്തിലാണെങ്കിൽ പറയണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നെ പട്ടിക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചു. അപ്പം ഞാൻ ഒരു കാലം ചോറുമായിട്ട് പോവാം. ഞാൻ 2 വാതിലങ്ങ് തുറന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ മേത്തേക്ക് അങ്ങ് ചാടിക്കയറി കുതിര നിൽക്കുന്ന പോലെ. ഞാൻ കല ഇട്ടിട്ട് ഓടിക്കളഞ്ഞു ഗൈസ്. അപ്പോൾ അങ്ങനത്തെ സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ പട്ടികളുമായിട്ട് ഇണങ്ങിയത്. അപ്പോൾ കോഴികൾ പുറത്ത് വെയിറ്റിംഗ് ആണ്. അവന്മാർക്ക് കുറുക്കോഴിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും തായോ, എനിക്കും തായോ എന്ന് പറഞ്ഞത് ലൂസി പുറകെ കൂടിയിട്ടുണ്ട്. ലൂസിക്ക് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന കപ്പളം കണ്ടോ? ആ കപ്പളത്തിൽ ഞാൻ ഒരു കപ്പളങ്ങ ഇട്ടു ഒരു ദിവസം. അന്നേരമാണ് ലൂസി അത് കടിച്ചോണ്ട് ഓടിക്കളഞ്ഞ്. എനിക്കൊരു കപ്പളങ്ങാപ്പഴം തിന്നാനായിട്ട് കൊതിയായിട്ട് ഞാൻ ഇട്ടായിരുന്നു. ലൂസി അതിന് മുമ്പേ അത് കൊണ്ടുപോയി. അപ്പോൾ ലൂസിയുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല ലൂസിയെ കൊണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ഒരു ക്രൈസാണ്. ഭയങ്കര ഫുഡിയാണ്. പക്ഷേ റോക്കി അത്രയ്ക്കില്ല കേട്ടോ. റോക്കിക്ക് ഇച്ചിരി ക്ഷമയൊക്കെ ഉണ്ട്. റോക്കി ഒരു അപ്പനാണല്ലോ, ഇച്ചിരി മുതിർന്നല്ലോ. ലൂസി ഇത്രയും പിള്ളേരുടെ അമ്മയെന്ന് പറയത്തുള്ളൂ. ലൂസിക്ക് ഒരു മച്യൂരിറ്റി ഇല്ല കേട്ടോ. വാലാട്ടിലുണ്ട് 2 ഇനി ശരിക്കും കോഴിക്ക് കൊടുക്കാനുള്ള തേങ്ങാപ്പീര കടിച്ചെടുത്തോണ്ട് ഓടാനുള്ള പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും വേഗത്തെ കോഴി മതിൽ ചാടി വരുന്നുണ്ട് കേട്ടോ, കുറുക്കോഴി വഴി. കോഴികളാരെ കേമികൾ. ഇവിടെ 4 കോഴിയുള്ളൂ. എന്നാലും 40 കോഴിയുടെ പകരം വെക്കും കേട്ടോ. അതുകൂട്ട് കോഴികളാണ്. അപ്പോൾ കോഴിക്കോടിൽ സൈഡിൽ ഇങ്ങനെ ഫുഡ് ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഞാൻ ഫുഡ് ഇടാൻ നോക്കുവാണ്. കൈയൊന്ന് താത്തുമ്പോഴത്തേക്ക് ലൂസി കടിക്കുമെന്നാണ് എൻ്റെ പേടി ഫുഡിന് വേണ്ടി. അപ്പോൾ ലൂസിയോട് ഞാനിങ്ങനെ സമാധാനിപ്പിച്ച് കിടത്തും കേട്ടോ. ലൂസിനെ കൊഞ്ചിച്ച് മൈക്ക് കിടത്തുവാണ്. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കോഴിക്കൂട്ടിൽ ഫുഡ് ഇടാൻ നോക്കുവാണ്. അപ്പോൾ കുറച്ച് ഫുഡ് ഇടുന്നുള്ളൂ. എന്നാലത്തേക്കും കോഴി വന്ന് കയറുമോ എന്ന് നോക്കാം. കോഴീനെ കയറ്റാനുള്ളൊരു പ്ലാനും കൂടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി കുറേ ദിവസങ്ങളായിട്ട് പുറത്താണ് കേട്ടോ. ഭയങ്കര ശല്യമാണ്. മുറ്റം മുഴുവൻ കുളമാക്കുകയാണ്. അതുകൊണ്ട് കോഴീനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കയറ്റണം. അതാണ് എൻ്റെ പ്ലാന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലൂസി എന്നെ വട്ടം വെച്ചേക്കുക കേട്ടോ. ലൂസി ഒരു നിവർത്തിയിലാകും. ആ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ലൂസി അത് എടുക്കും. അതുപോലെ എൻ്റെ പുറകെ കൂടിയേക്കുവാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, ലൂസിൻ്റെ പുറകെ കൂടിയേക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കോഴികളോട് ഞാനിങ്ങനെ ആക്രോശിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. കൂട്ടിക്കയറടി എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എവിടെ നിന്ന് പോത്ത് കണക്ക് നിൽക്കുകയാണ് എല്ലാ കോഴികളും. ഒന്നും കയറുന്നില്ല. അതുങ്ങൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ നടന്ന് ഇങ്ങനെ പഠിച്ചു പോയി. വിളഞ്ഞ കോഴികളാട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഒരു കോഴിയെ പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ലൂസി സമ്മതിക്കില്ല. ഒരുത്തിയെ പിടികിട്ടി. അവളെ ഞാൻ കുറേ ദിവസമായിട്ട് നോട്ടോട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടാണ് കേട്ടോ. അവളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കും. നല്ല ക്യൂട്ടാണ്. പക്ഷെ പിടി തരത്തില്ല. അതാണ് അവളുടെ സ്വഭാവം. അപ്പോൾ അവളെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുത്തിങ്ങനെ പുറത്ത് നിൽപ്പുണ്ട്. അതെങ്ങനെയും കയറുമെന്ന് നോക്കാം. ലൂസി കയറ്റാൻ സമ്മതിക്കണ്ടേ? ലൂസി കോഴിയുടെ എൻ്റെ എല്ലാം പുറകെ നടക്കും. ഒരു രക്ഷയില്ല ലൂസി കൊണ്ട്. വാലാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഇടിയുടെ വെച്ച് കൊടുക്കാം. മറ്റേ കോഴി ആ സൈഡിൽ കൂടെ കയറി കേട്ടോ. അപ്പം 3 കോഴി കയറി. ഒരു കോഴി അവിടെ മാറി മുട്ടയിടാൻ കയറിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിവേ അയ്യോ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഒന്നും പറയാതിരിക്കരുത്. അപ്പോൾ ലൂസിയെ കൊഞ്ചിക്കാണ്ട് പോയാൽ ലൂസിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ലൂസിക്ക് കാര്യമൊക്കെ മനസ്സിലായി കേട്ടോ. തേങ്ങയൊക്കെ കോഴിക്ക് കൊടുത്തു എന്നുള്ള ലൂസിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇനി ഇച്ചിരിയെങ്കിലും കിട്ടുമോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മനുഷ്യന്മാരെക്കാളും കഷ്ടമാണ് ഇതുങ്ങളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര കെയറിങ്ങും ഒക്കെ ഇഷ്ടമാണ്. തൂത്ത് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്തൊന്ന് ചെന്ന് കഴിഞ്ഞാൽ അപ്പം കയറി കിടക്കും കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പം അതുങ്ങളിങ്ങനെ കൊഞ്ചിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. പക്ഷെ നമുക്കെപ്പോഴും അങ്ങനെ ചെയ്യാൻ, അങ്ങനെ കൊഞ്ചിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ സമയം നമ്മൾ കണ്ടെത്തണം. അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. കാരണം അതുങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതുങ്ങൾക്കെന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അവരുടെ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ്. സോ
അതുകൊണ്ട് കണ്ടോ ആ മോൻ കണ്ടോ അയ്യടാ. അപ്പം അങ്ങനെയൊക്കെയാണ് ലൂസിയുടെ കാര്യങ്ങൾ. സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ ലൂസിക്ക്. അങ്ങനെ നമ്മളെ കടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഫുഡ് നമ്മുടെ കയ്യിൽ വെച്ചിരുന്ന അതെ ലൂസി ഫുൾ തേങ്ങാപ്പീര തിന്നുവാണ് കേട്ടോ. കോഴിക്ക് ഒട്ടും കിട്ടില്ല, അവളത് ഫുള്ള് തലയിട്ട് തിന്ന്. ഇങ്ങനെ തിന്നണ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ലൂസിക്ക് തേങ്ങാപ്പീരയൊക്കെ. തിരിച്ചടിക്കാത്ത എന്ത് ലൂസിക്ക് ഇഷ്ടമാണ് കേട്ടോ. കോഴിക്ക് ഇപ്പം ലൂസ് തിന്നട്ടെ, അല്ലാതെ ഇപ്പം എന്നാ ചെയ്യുന്നത്? കോഴി ഫുള്ള് പുറത്തോടെ ആയിരുന്നു കേട്ടോ. മിക്കവാറും കോഴി നന്നായിട്ട് ചികഞ്ഞൊക്കെ തിന്ന് കാണും. ആ ഒരു സമാധാനത്തിൽ ഞാൻ പോവാണ്. എനിക്കൊന്നും ചെയ്യാനില്ല, കാരണം കോഴിക്ക് തീറ്റ കൊടുക്കാൻ ഉള്ളത് ഞാൻ തീറ്റ കൊടുത്തു, അത് ഫുള്ള് ലൂസ് ചെയ്ത് തന്നു. ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത്? ഇനി ഒരു കോഴി മിസ്സിങ് ആണ് കേട്ടോ. അതെന്തെന്ന് നമുക്ക് നോക്കാം. അവൾ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. മിക്കവാറും അവിടെ അയൽവക്കത്തൊരു പൂവനുണ്ട്, അതിൻ്റെ കൂടെ കറങ്ങി നടപ്പുണ്ടാവും. അല്ലെങ്കിൽ അവിടെ മൂലയിലാണ് അവളുടെ മുട്ടയിടുന്ന സ്ഥലം. ഈ ഒരു ഡ്രസ് ചേഞ്ചിങ് ടെൻറ്റ് കണ്ടോ, പഴയ ഒരു ടെൻറ്റാണ്. അതൊരു മൂലയിൽ ചാരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് ഇവരുടെ മുട്ട കേന്ദ്രമായിട്ട് അവർ മാറ്റിയിരിക്കുന്നത്. എല്ലാ കോഴികളും അവിടെയാണ് കേട്ടോ മുട്ടയിടുന്നത്. അപ്പോൾ ഇവളെന്താണേലും മുട്ടയിടാൻ കയറിയിട്ടുണ്ട്. നമ്മൾ മുട്ടയിടാൻ കയറിയതാണോ അതോ അടയിരിക്കണാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം എപ്പോൾ നോക്കിയാലും ഇവളാണ് അതിനകത്ത്. മിക്കവാറും അടയിരിക്കണമായിരിക്കും. 2 ദിവസത്തെ മുട്ട എടുത്തില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. കയറി അടയിരുന്ന് കളയും. എന്താണെങ്കിലും കോഴിക്കുഞ്ഞിനെ കാണാൻ എനിക്കൊരു ആകാംക്ഷ ഉണ്ട് കേട്ടോ. ഒത്തിരി നാളായി കുറച്ച് കോഴിക്കുഞ്ഞിനെയൊക്കെ കൊഞ്ചിച്ചിട്ട്. എന്താണെങ്കിലും അത് അവിടെ ഇരിക്കട്ടെ, സേഫായിട്ടിരിക്കട്ടെ. അപ്പോൾ പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞും കോഴിക്കുഞ്ഞും ഒക്കെ ആയിട്ട് ഫുൾ ബിസിയാണ് വീട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. കോഴിക്കില്ലേ അവരുടേതായ ആഗ്രഹങ്ങൾ, പ്രൈവസി ഒക്കെ കോഴിക്കും കാണില്ലേ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മുടെ തീറ്റ കൊടുക്കൽ പ്രയാണം ഇത് രാവിലെയും വൈകിട്ടും ഉണ്ട് കേട്ടോ. രാവിലെയും വൈകിട്ടുമാണ് മെയിനായിട്ട് നമ്മളെല്ലാത്തിനും തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ജോലിയാണ് കേട്ടോ ശരിക്കും. അപ്പോൾ ബാക്കിൽ ഇത് റംബൂട്ടാനൊക്കെ പൂത്ത് നിൽപ്പുണ്ട്.